Hi, hello guys. Welcome back to Boss Football. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിൻ്റെ ഒരു റിയാക്ഷനാണ്. എന്താണ് അതായത് ആലോചിച്ച് നോക്കണേ. അതായത് ഈ വക ഫിക്സ്റ്റേഴ്സൊക്കെ തോക്കാതിരുന്നാൽ ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞൊരു 3-4 കൊല്ലമൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഒരു ഡ്രോ എന്ന് പറയുന്നത് നമ്മളെ ഇത്രത്തോളം ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫാൻ ബേസൊക്കെ കിടന്ന് മെഴുകുക, ഇത്രത്തോളം ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ അറ്റ് ദ റൈറ്റ് ട്രാക്ക് എന്നാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4 മാച്ചസ്, അതും പ്രീമിയർ ലീഗ് പോലത്തെ, പ്രീമിയർ ലീഗിൽ മാത്രം നമ്മളിപ്പോൾ കളിക്കുന്നത്. നമുക്ക് കരബാവിൽ നിന്ന് പുറത്തായി, അതുകൊണ്ട് നമുക്ക് കരബാവ് ഫിക്സർ മിഡ് വീക്ക് ഇല്ലായിരുന്നു. FA കപ്പ് തുടങ്ങിയിട്ടില്ല, FA കപ്പ് തുടങ്ങും. അപ്പം വേറെ ഒന്നുമില്ല നമുക്ക്, നമ്മൾ യൂറോപ്പിലും ഇല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രീമിയർ ലീഗ് മാത്രം കളിച്ച് പോകുമ്പോഴത്തേക്കും 5 വിജയം ഇൻ എ റോ എന്ന് പറയുന്നതൊക്കെ ആ മുടി വെട്ടുന്ന ചെങ്ങായി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അയാളുടെ റീച്ചിന് വേണ്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ അത് ആലോചിച്ചൊക്കെയാണ് ഈ 5 വിൻസ് ഇൻ എ റോ കിട്ടുന്നില്ലല്ലോ. ആക്ച്വലി 5 വിൻസ് ഇൻ എ റോ അത് നമ്മുടെ ഈ ഗിവൺ ദിസ് റൺ ആൻഫീൽഡ് അവേ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇത് വെച്ച് പറയുകയാണെങ്കിൽ വെരി ടഫാണ്. അത് നടക്കുന്ന പരിപാടിയൊന്നുമല്ല, എസ്പെഷ്യലി നമ്മൾ റീബിൽഡ് നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടീം നിന്ന് നമ്മൾ എപ്പോഴും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, നമ്മൾ റീബിൽഡ് നിൽക്കുമ്പോഴത്തേക്കും അതാണ് തെറ്റ്. അതായത് ഇത് മെൻറ്റാലിറ്റി കുറവോ മീഡിയോക്കർ ബിഹേവിയറോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡൈഷ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ലാസ്റ്റ് പോയി നോക്കിയത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിം സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അതിൽ ഡൈഷ് അങ്ങനത്തെ ഒരാളാണ്. അടുത്ത കളി കുറച്ച് പാടാണ് എന്നുള്ള രീതി തന്നെ പറഞ്ഞത്. കാര്യം ഷോൺ ഡൈഷിൻ്റെ ലോ ബ്ലോക്ക്, മിഡ് ബ്ലോക്ക് ഒക്കെ ഭയങ്കര പാടാണ്. നടുക്കൂടെ കളിക്കാനേ പറ്റില്ല. നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ അറിയാം, നടുക്കൂടെ കളിക്കാൻ നമുക്ക് നല്ല പാടാണ്. അവരെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡൈഷ് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വിങ്ങിൽ കൂടെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചോ, വിങ്ങിൽ എത്രയെന്ന് വെച്ചാൽ ക്രോസ് ഇട്ടോ, അതെല്ലാം ഞങ്ങൾ ഡീൽ ചെയ്യാൻ ഏരിയയിൽ കേൾപ്പുള്ള ഒരു ടീമാണ്. മാത്രമല്ല, ഇപ്പം ഡൈഷ് ബേൺലിയിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് വെച്ച് നോക്കിയോ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കുറേ ഗെയിംസ് ഈ ഡിഫെൻസീവ്ലി പിടിച്ചാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫെൻസീവ്ലി നല്ല ഏരിയൽ എബിലിറ്റീസും നല്ല ഫിസിക്കാലിറ്റി ഉള്ള ഒരു ടീമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. അത് പെർഫെക്റ്റ്ലി ഫിറ്റിംഗ് ഫോർ ഷോൺ ഡൈഷ് ബോളാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഷോൺ ഡൈഷ് നമുക്കിട്ട് പണി തന്നു. ഇനി ഒരിക്കലും ആ മുടി വെട്ടുന്ന ചെങ്ങായിയുടെ കാര്യം വിടുക. അത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റീച്ചിന് വേണ്ടി പുള്ളി ചെയ്യുന്ന മാത്രമാണ്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 12 പോയിൻറ്റ്സിൽ 10 പോയിൻറ്റ്സ് ഈ 4 കളികളിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൈ നീട്ടി സ്വീകരിച്ചേനെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടുന്ന് നേരെ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്, മറ്റാണ് മറിച്ചാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബൻ അമോറിമിൻ്റെ വിജയം തന്നെയാണ്. കാര്യം നമ്മൾ എല്ലാ കളിയും ജയിക്കാൻ കെൽപ്പുള്ളവരായി തോന്നിപ്പോയി. ആ തോന്നിച്ചതും അമോറിം തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആകെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോറ്റിട്ടില്ല, വി ആർ സ്റ്റിൽ അൺബീറ്റൺ. നമ്മൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ആകെ ഒരു 5 മിനിറ്റിൻ്റെ ഒരു സ്വിച്ച് ഓഫ് മാത്രം കാരണം നമുക്ക് 2 ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു. ഇനി കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കളി ഭയങ്കര ഈവൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാവുന്ന കളിയായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ ബ്രൂണോട് പറഞ്ഞ ഷോട്ട് പോസ്റ്റ് തട്ടിയിട്ട് കസമീറോ ഓപ്പൺ പോസ്റ്റിൽ അടിച്ചില്ല. പ്ലസ് ഈ ലാസ്റ്റ് മിനിറ്റിൽ അമാദിൻ്റെ ഷോട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ് മുറിയോ സേവ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയും ഭയങ്കര ഈവൻ മാച്ചാണ്, ഈവൻ മാച്ചായിട്ടൊക്കെ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ജയിക്കാൻ കുറച്ചുകൂടെ ചാൻസസ് ഉണ്ടാക്കിയത് യുണൈറ്റഡ് ആയിരുന്നു. ആ ജയിക്കാത്തതിനുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ, അതായത് ഷോൺ ഡൈഷിൻ്റെ ടീമിൻ്റെ കൂടെ എവേ കളിക്കുന്ന ഏറ്റവും പാടാണ്. ഇപ്പം ആൻഫീൽഡിൽ കുറേ റെക്കോർഡ് ഉണ്ടായിരുന്നതാണ്. ആൻഫീൽഡിൻ്റെ തന്നെ റെക്കോർഡ് പൊട്ടിച്ച ഒരാളാണ് ഈ ഷോൺ ഡൈഷ്. അത് ആൻഫീൽഡിൽ പോയിട്ടാണ് അറിയണം. ബേൺലി ഷോൺ ഡൈഷിൻ്റെ കീഴിലായിരിക്കുമ്പോൾ എല്ലാ ടീംസിനും ബേൺലി എവേ എന്ന് പറയുന്നത് ഒരു ടഫ് ഫിക്സറാണ്. അപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ എന്ന് പറയുന്നത് ഇനിയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഇപ്പോഴത്തെ ടേബിൾ പൊസിഷൻ നോക്കണ്ട. ഷോൺ ഡൈഷ് വന്നതിന് ശേഷം ഒരു കളി തോറ്റു. അവരുടെ ഫസ്റ്റ് ഹോം ഗെയിം ആയിരുന്നു ഇത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയോ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ എല്ലാ ടീമിനും ഒരു തലവേദന പിടിച്ച ഫിക്സർ ആയിരിക്കും. മാർക്ക് മൈ വേർഡ്സ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു പോയിന്റ് സാൽവേജ് ചെയ്തെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിലും നമ്മൾ അതിൽ നിന്നൊരു പോയിന്റ് എടുത്തു. അത് 3 പോയിൻറ്റ്സ് ആവാത്തതിൽ എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ പോലും നമ്മളൊരു റീബിൽഡിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ റീബിൽഡിലാണ്. നമ്മൾ എല്ലാ കളികളും ഞാൻ ഇതും പറഞ്ഞതാണ്, നമ്മൾ എല്ലാ കളികളും ജയിക്കുമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ടേബിൾ എടുത്ത് നോക്കുക, ഈ ടോപ്പ് 4 കണ്ടൻറ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് 6 കണ്ടൻറ്റേഴ്സായിട്ട്, ടോപ്പ് 4 കണ്ടൻറ്റേഴ്സായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ടീംസിൻ്റെ ഒക്കെ പോയിന്റ്സ് നമ്മുടെ അതേ പോയിന്റ്സ് ആണ്. മാത്രമല്ല, നമ്മൾ ആക്ച്വലി ബിഗ് 6-ലെ ടോട്ടനം വഴിയുള്ളത് അടുത്ത ആഴ്ച ടോട്ടനം വഴിയുള്ള എല്ലാ കളികളും നമ്മൾ കളിച്ചും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളാണ് കുറച്ചുകൂടെ ടഫ് ഫിക്സ്റ്റേഴ്സ് എല്ലാം ഡീൽ ചെയ്ത് ഇപ്പോഴും മോശമില്ലാത്തൊരു ഹാൻഡി പൊസിഷനിൽ ഇരിപ്പുണ്ട് ടോപ്പ് 4 റേസിൽ. അപ്പം വി ഷുഡ് ബി ഗ്ലാഡ് ദാറ്റ് വി ക്യാൻ ഗോ ബാക്ക് ടു യൂറോപ്പ് ഇങ്ങനെ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ആൻഡ് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് പ്ലെയേഴ്സ് എലോട്ട്. അതായത് അതിനിടയിൽ ടൈറ്റിൽ ചാർജ് വരെ കൊണ്ടെത്തിച്ച ടീംസ് ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഓരോരോ കുസൃതികളായിട്ട് നമുക്ക് കാണാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
മര്യാദയ്ക്ക് ബ്രൂണോ കസമീറോ എന്ന് പറഞ്ഞ മിഡിനോട് പലർക്കും ഒരു വിയോജിപ്പുണ്ടാവാം എന്ന് കരുതി മര്യാദയ്ക്ക് 3 കളിയൊക്കെ ജയിച്ചിരിക്കുമ്പോൾ പോലും ആ മാർക്ക് ഗോൾബ്രിഡ്ജ് അടങ്ങുന്ന കുറേ പാപ്പരാസികൾ അവിടെ കിടന്നിട്ട് സ്റ്റില്ലർ കിടിലമാണ്, ഇവൻ അടിപൊളിയാണ്, മറ്റവൻ അടിപൊളിയാണ്, ഇവന് പകരം ഇത്. ഒരു ടീം മര്യാദയ്ക്ക് പോകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് പ്ലെയേഴ്സിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കും. നിങ്ങൾ പറയും മറ്റേ പ്ലെയേഴ്സ് പ്രൊഫഷണലാണ്, അവർക്കറിയാം അവർക്ക് റീപ്ലേസ്മെൻറ്റ്സ് വരും, അതാണ് ഫൈൻ. ഞാൻ പറയുമല്ലോ, തിങ്സ് ഇൻ മാൻ യുണൈറ്റഡ് ആർ ഡിഫറൻറ്റ്. മീഡിയ എത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാൻ ബേസിൽ നിന്ന് തന്നെയാണ് സ്റ്റില്ലർ വരുന്നത് അടിപൊളിയാണ്, ഇനിയിപ്പോൾ മറ്റവൻ വന്നാൽ. ഒരു കാർലോസ് ബലേവ ഉണ്ടായിരുന്നു കുറേ കാലം. കാർലോസ് ബലേവ വന്നിട്ട് ഒരു കളി നമുക്കെതിരെ കളിച്ചപ്പോഴത്തേക്കും കാർലോസ് ബലേവ തീർന്നു. കാർലോസ് ബലേവയുടെ വെടി തീർന്നിട്ട് ആരും ഇപ്പം കാർലോസ് ബലേവയുടെ പുറകെ പോകാറില്ല. ഇപ്പം പുതിയ ഒരാളാണ് ഇനിയിപ്പോൾ ഇന്നലത്തെ കളിയോടുകൂടി എലിയറ്റ് ആൻഡേഴ്സൺ ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ. എനിക്ക് കേൾക്കുമ്പോഴൊക്കെ കോമഡി ആയിട്ട് തോന്നും. ഉള്ള കാര്യം പറഞ്ഞാൽ എലിയറ്റ് ആൻഡേഴ്സൺ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. നല്ല നമ്മുടെ മിഡ്ഫീൽഡൊക്കെ ബോസ് ചെയ്തു. ഡിഫെൻസീവ്ലി ആയിക്കോട്ടെ ഒഫൻസീവ്ലി ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു എലിയറ്റ് ആൻഡേഴ്സൺ. എല്ലായിടത്തും കുമ്പിടി പോലെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ടീം നമ്മുടെ സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഇതാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഇത് തന്നെയാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നത് വരെ മിണ്ടണ്ട. ഇത് ടീമിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും, പ്ലെയേഴ്സിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മുറവിളി കൂട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ മുറവിളി കൂട്ടിയിട്ടും കാര്യമില്ല. അവർക്ക് ഓൾറെഡി ഓരോ പ്ലാൻസ് ഉണ്ട്, അവർ ഫ്യൂച്ചറത്തേക്ക് സെറ്റാക്കുന്നുണ്ട്. ഇനിയോസ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഗാലഗറിനെ അവരെ പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഇത് മാച്ച് റിയാക്ഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാണ്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാണ്. സോ പ്ലീസ് കീപ് മം. അറ്റ്ലീസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യാതെ. നമ്മൾ തോറ്റിട്ടൊന്നുമില്ല. നമ്മൾ 12 പോയിന്റ്സിൽ നിന്ന് 10 പോയിന്റ്സ് നേടി മോശമില്ലാത്തൊരു പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ റണ്ണ് മോശമല്ല. ഈവൻ ഈ കളി തന്നെ കഴിഞ്ഞാൽ 2-1 ആയി. പെട്ടെന്നൊരു സ്വിച്ച് ഓഫ് കഴിഞ്ഞ് 2-1 ആയി. അപ്പം ഞാൻ പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഷോണ്ടേഷിൻ്റെ ടീമിനെതിരെ ഗോൾ അടിക്കാനൊക്കെ പാടാണ്. മാത്രമല്ല അത് ഒരുപാട് വേറെ പ്രശ്നം ഞാൻ പറയാം. പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും 6 ഹെഡ്സ് ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ഫൈറ്റ് ചെയ്തു. അത് കണ്ടാൽ മതി എനിക്ക്. ലൈക്ക് അതാണ് നമ്മൾ കുറേ കാലം ലാക്ക് ചെയ്തത്. നിങ്ങൾ പെട്ടെന്ന് എല്ലാം മറന്നു പോയല്ലേ. ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് ബ്രഹ്മി എന്നൊരു പരസ്യമുണ്ട്. അങ്ങനത്തെ വല്ല സാധനം വാങ്ങിച്ച് കഴിക്കുക. നമ്മൾ ഇതേപോലത്തെ സിറ്റുവേഷൻസിൽ ഹെഡ് ഡ്രോപ്പ് ചെയ്ത് ഷോൾഡേഴ്സും ഡ്രോപ്പ് ചെയ്ത് ഒരു തരത്തിലും കൊള്ളത്തില്ലാത്ത കളികൾ കളിച്ച് നിന്നിരുന്ന ഒരു ടീമാണ്. ഒരിക്കലും 2-1 നിന്ന് നമ്മൾ നമ്മുടെ പഴയ മെൻറ്റാലിറ്റി വെച്ച് 2-2 ആക്കൂല. ഈവൻ 3-2 കളി ജയിക്കാൻ വരെയുള്ള ചാൻസസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈവൻ ആയിരുന്നു ഞാൻ പറയും. മോശമില്ലാതെ കളിച്ചു. നമ്മൾ ബോൾ കുറേയൊക്കെ വെച്ചു. കസമീറോയുടെ ഗോള് കോർണറിൽ നിന്ന്, ബ്രൂണോയുടെ കോർണറിൽ നിന്ന് കസമീറോ ഗോൾ അടിച്ചു. ലാമേൻസിനെ ആദ്യം എൻഡോയെ ഒന്ന് ടെസ്റ്റ് ചെയ്തു, പക്ഷേ നേരെ വന്നൊരു ഷോട്ടായിരുന്നു. ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ വലിയ ടെല്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ഇല്ലായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഇവൻറ്റ്ഫുൾ ആയിരുന്നത്. സെക്കൻഡ് ഹാഫ് നമ്മൾ മാനേജർ ടോക്ക് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ക്രിമിനൽ ടു ഗോ ഡൗൺ ലൈക്ക് ദാറ്റ്. നമ്മളൊരു ടീമിൽ ലീഡ് നിൽക്കുമ്പോഴത്തേക്ക് ഒരു മാനേജർ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് കളിക്കേണ്ട കളിയല്ല അത് അവരാണ് കളിച്ചത്. ഇനി കളിയുടെ ഇൻവോൾവ്മെൻറ്റ്സ് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ വിങ് ബാക്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ട്. ഇന്നലെ അമാഡ് ഡിയാലോ ഡിഫെൻസീവ്ലി അത്ര ഡിഫെൻസീവ്ലി പൊതുവേ അവന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അമാഡ് ഡിയാലോ ഇന്നലെ ആക്ച്വലി ഗോൾ അടിക്കുന്നവരെ എനിക്ക് തോന്നുന്ന ഒരു ബിലോ ആവറേജ് കളി കളിച്ചുകൊണ്ടിരുന്ന ചങ്ങായിരുന്നു. ഗോൾ അടിച്ചു, അടിപൊളി ഗോളായിരുന്നു. അത് രണ്ടാമത്തെ ഗോളും അടിച്ചേനെ. അതൊക്കെ അവനെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ അമോറിം. വെൻ ഇറ്റ് കംസ് ടു അമോറിം എനിക്ക് കുറച്ച് വെറീസ് ഉണ്ട്. വെറീസ് ഇൻ ദ സെൻസ്, ഞാൻ ഈ മാച്ചിനെ മാത്രമായിട്ട് പറയുന്നത്. ഈ മാച്ചിൽ എന്തൊക്കെയാണ് അമോറിമിന്, ഞാനൊരു അനാലിസിസ് പോലെ പറയുകയാണ് അമോറിമിന് എന്തൊക്കെ ചെയ്യായിരുന്നു എന്നുള്ളത്. അമോറിം ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഷോണ്ടേഷ് ടീം സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൂടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ കുറേ ട്രൈ ചെയ്തു. ഈ ഷോണ്ടേഷ് പറയുന്നത് വിങ്ങിലൂടെ പോയി നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വിങ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 6'4" ആയിട്ടുള്ള നമ്മുടെ സ്ട്രൈക്കർ സെസ്കോയ്ക്ക് ബോൾ അവിടെ, അതായത് എയർ ബോൾസ് ഇടുന്ന നോക്കി ഏരിയലി എബിലിറ്റി അവർക്കുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ പോലും കുറച്ച് ബോൾസ് പോലും ഞാൻ കണ്ടില്ല. ഉള്ളിൽ വരുന്ന ക്രോസസ് പോലും ഞാൻ കണ്ടില്ല. അതാണ് മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ ഈ ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള റൈറ്റ് വിങ് ബാക്ക് ഉള്ളപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ റൈറ്റ് വിങ് ബാക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ക്രോസ് ഇടുന്നതിലുപരി കുറച്ചുകൂടെ കട്ട് ഇൻസൈഡ് ചെയ്ത് കുറച്ചുകൂടെ ത്രെട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് വിങ്ങിലത്തെ അമാഡ് ഡിയാലോയുടെ കാര്യപ്പം പോയി. ലെഫ്റ്റിൽ കളിക്കുന്നത് റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഡാലോ, അവിടുന്നും ക്രോസസ് ഒന്നും നേരെ വരില്ല. അവിടെ അവന് കട്ട് ഇൻസൈഡേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഡോർഗു, ബിക്കോസ് ഹീസ് എ ലെഫ്റ്റ് ഫുട്ടഡ് ഗൈ. ഒരാളെങ്കിലും അവിടെ സ്ട്രോങ് ഫുട്ടി കളിച്ചേനെ എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി തോന്നുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാഡ് ഡിയാലോനെ ഇനിയും ആൾക്കാർ ടാർഗറ്റ് ചെയ്യും ഡി ബോക്സിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലാക്ക് ഓഫ് ഹൈറ്റ് എല്ലാവരും യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രോസ് വരുന്ന തടയണം.
കാര്യം അമാഡ് ഡിയാലോ ഇല്ലാതെ ഇപ്പുറത്ത് കളി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അമോറിം എന്തായാലും അറ്റാക്ക് ചെയ്യേണ്ട കളികളിൽ അമാഡ് ഡിയാലോനെ തന്നെ ഇറക്കും. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, അതായത് നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ക്രോസസ് ലിമിറ്റഡ് ആക്കുക എന്നുള്ളതാണ്. കാര്യം അമാഡിനെ മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അമാദിനെ ഇനിയും ആൾക്കാർ ബാക്ക് പോസ്റ്റിൽ ടാർഗറ്റ് ചെയ്യും. അതായിരിക്കും ഇനി ടീംസ് കുറേ ചെയ്യാൻ പോകുന്നത്. ഇനി ഡിയോഗോ ഡാലോട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. ഡിയോഗോ ആ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യേണ്ട പൊസിഷനാണ്. ഞാൻ 10 പേരുടെ പേരെടുത്തൊന്നും ഇട്ടില്ല, അഡ്രസ്സ് ചെയ്യേണ്ട പൊസിഷനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഡൊർഗു വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ക്രോസസ് കുറേ വന്നേനെ, അതുകൊണ്ടാണ് ഞാൻ ഡൊർഗു വന്നത്. പക്ഷേ 2 പേരും എനിക്ക് അത്ര കിടിലോട്ടൊന്നും തോന്നുന്നില്ല. ഡിയോഗോ ഡാലോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പാഷനുള്ള ചങ്ങായിയാണ്, പക്ഷേ ഹീസ് നോട്ട് ഗുഡ് ഇനഫ്. അതാണ് എനിക്ക് ഡാലോനെ പറ്റി പറയാനുള്ളത്. ബാക്ക് 3-ലുള്ളവരെല്ലാം മോശമില്ലാതെ കളിക്കുന്നുണ്ട് ഈടായിട്ടൊക്കെ. ലിസാൻഡ്രോ മാർട്ടിനസ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഫാൻ ബേസ് എക്സൈറ്റഡ് ഒക്കെ ആവുന്നുണ്ട്. എനിക്ക് എന്തിനാണെന്ന് അറിയില്ല. ലിസാൻഡ്രോ ഒരു അടിപൊളി പ്ലെയറൊക്കെയാണ്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവൻ ഇനി ഇഞ്ചറി വരാതിരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം 2 ACL പോലെ എങ്ങാണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടൈം എടുക്കും അവൻ മാച്ച് ഫിറ്റ് ആയിട്ട് വരാനും. അഥവാ കളിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ലൂക്ക് ഷോ ഇസ് ഡൂയിങ് ഓക്കെ ടു മെയിൻറ്റെയിൻ ഹിസ് പൊസിഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം പതുക്കെ ടീമിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് അവന് വീണ്ടും ഇഞ്ചേർഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവന് അധികം സ്ട്രെസ് ചെയ്ത് അധികം മിനിറ്റ്സ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. യൂറോ ആൻഡിൽ ഇറ്റ് വാസ് ഡീസെൻറ്റ് യെസ്റ്റർഡേ. സെന്നെ ലാമൻസിനും 2 ഗോളിനും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സെക്കൻഡ് ഗോളൊക്കെ ഡാലോ അവിടെ ഫ്ലാറ്റ് ഫുട്ടഡ് ആയിട്ട് നിന്നത് ഒരു കാരണമാണ്. പിന്നെ എല്ലാം വരുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ക്രോസസ് ഒക്കെ വരുന്നത്. പിന്നെ മിഡിൽ ബ്രൂണോ കസമീറോ ഇന്നലെ ഒരു ഓഫ് ഡേ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ പ്രാന്ത് പിടിച്ച് ബ്രൂണോയെ പിവറ്റ് കളിക്കുന്നതിനെതിരെ പറയുമെങ്കിലും ബ്രൂണോ പിവറ്റ് ഒറ്റയ്ക്കൊക്കെ ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞയൊക്കെ ഡീപ്പിലോട്ടൊക്കെ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. സോ എനിക്ക് ഇന്നലെ ഒരു ഓഫ് ഗെയിമാണ് ഇവർക്ക് എന്നുള്ള രീതി തോന്നി. അവർ അറ്റാക്കിംഗ് വൈസ് നൈസായിരുന്നു, പക്ഷേ ഡിഫെൻസീവ്ലി എലിയറ്റ് ആൻഡേഴ്സണും ബാക്കി ടീംസും എല്ലാം അവരുടെ മിഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മാത്യാസ് കുഞ്ഞ ആൻഡ് എംബോമയ്ക്ക് ഒരു ഓഫ് ഗെയിം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ബെഞ്ചമിൻ സെസ്കോയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ക്രോസസ് വരുന്നില്ല, അതൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെസ്കോ നിങ്ങൾക്ക് ആ ക്രോസ് ഇടാൻ അല്ലെങ്കിൽ പിന്നെ അത്രയും പൊക്കമുള്ള ഒരാൾ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങളുടെ പ്ലാൻ അതായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിമിന് അത്ര കുറ്റം പറയാത്തതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 കളി ജയിച്ചിരിക്കുമ്പോഴത്തേക്കും യു ഹാവ് ഫെയ്ത്ത് ഇൻ ദോസ് പ്ലേയിങ് 11. അപ്പോൾ നിങ്ങൾ ആ പ്ലേയിങ് 11 മാറ്റാതിരിക്കുന്നതിന് എനിക്ക് ഒരു കുറ്റം പറയാനില്ല. പക്ഷേ വൺസ് യു ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സെസ്കോനെ മാറ്റിയിട്ട് അടുത്ത ആൾ വിടണം. സിർക്സിയോ മൗണ്ടിനെ കൊണ്ടുവരേണ്ട സമയമായിരുന്നു. നമ്മളാകെ വരുത്തിയ 2 മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മസുറായി ഓൺ ഫോർ യോറോ ആൻഡ് ഡാലോ ഓൺ ഫോർ ഡോർഗു. ഇതിൽ ഡാലോ ഓൺ ഫോർ ഡോർഗു മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള തോന്നിയുള്ളൂ. കാര്യം കുറച്ചുകൂടെ ഡോർഗു ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിരുന്നു. ബാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരാളെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. മെയിനും ഇറങ്ങായിരുന്നു, മൗണ്ടിന് ഇറങ്ങായിരുന്നു, സിർക്സിക്ക് ഇറങ്ങായിരുന്നു. ഇവരെ ആരും ഇറക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അധികം ഫിക്സ്റ്റേഴ്സ് ഒന്നും ഇല്ല. FA കപ്പ് മാത്രമേ ഇനി വരാനുള്ളൂ. അപ്പോൾ ഈ FA കപ്പിൽ മാത്രം ഇവരെ ഇറക്കിയെന്ന് വെച്ചിട്ട് നമ്മൾ ടീമിനൊരു പ്ലേയേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് ജെല്ലാവണ്ടേ. അതായത് ഇപ്പോൾ ബെഞ്ച് ഇരിക്കുന്ന മെയിനും ആയാലോ സിർക്സി ആയാലോ മൗണ്ട് ആണെങ്കിലും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനേജറിന് ആവശ്യമുള്ള സമയത്ത് പോലും ഞങ്ങളെ ട്രസ്റ്റ് ഇല്ല മാനേജറിനെന്ന് വിചാരിക്കും. കാര്യം അവിടെ ക്ലിയർലി ആ ഗെയിമിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഫറൻസ് ഒരു ഫ്രഷ് ലെഗ്സ് അവിടെ വേണ്ടിയിരുന്നു എന്തെങ്കിലും ഹാപ്പൻ ചെയ്യിക്കാൻ വേണ്ടി. ആ സമയത്ത് പോലും എൻ്റെ മാനേജർ എന്നെ ട്രസ്റ്റ് ചെയ്തില്ല. സിർക്സിയുടെ ഒക്കെ അവസ്ഥ ആയിരിക്കും എനിക്ക് വിഷമം തോന്നും. പക്ഷേ ഞാനത് എക്സ്പ്ലിസിറ്റ്ലി പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമോറിം കഴിഞ്ഞ കളികളിലൊക്കെ ഉണ്ടാക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ കളിയിൽ എന്തുകൊണ്ട് നമുക്കൊരു ഗോൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും ഒരു അറ്റാക്കറിനെ പുതിയൊരു ഫ്രഷ് ലെഗ്സിനെ വിട്ടില്ല എന്നുള്ളത് അത് ആ ബെഞ്ചിൽ ഇരിക്കുന്ന പ്ലെയേഴ്സിന് അമോറിമിനോട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. അത് വലിയൊരു പ്രശ്നമാകും. വൈകാതെ തന്നെ ജനുവരിയിൽ തന്നെ ഇവരൊക്കെ തന്നെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഇയറാണ്. ഇവർക്കൊക്കെ വേൾഡ് കപ്പ് കളിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഗെയിം ടൈം കിട്ടിയില്ലെങ്കിൽ വേൾഡ് കപ്പ് ഒന്നും കളിക്കാൻ പറ്റില്ല. അത് പ്ലേയേഴ്സിനെ കുറ്റമായിട്ട് കാര്യമില്ല. വേൾഡ് കപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്ലെയർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും എല്ലാ പ്ലേയേഴ്സിനും വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. 4 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. സോ വേൾഡ് കപ്പ് കളിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ മൈനുവിന് യുണൈറ്റഡ് കളിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നല്ല. മെയിനു ഇനിയും ജനുവരിയിൽ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടും, നോക്കിയോ. അപ്പം ഇന്നലത്തെ കളിയിൽ അവരെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വൈസ് അമോറിം വാസ് വെരി ബാഡ്. പക്ഷേ നമ്മൾ തോറ്റിട്ടില്ല. ഹിസ് ടാക്ടിക്സ് ആർ വർക്കിംഗ്. അതുകൊണ്ട് തന്നെ അമോറിമിനെ ഫുള്ളോടെ കുറ്റം പറയുന്നില്ല. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. മാഡിൻ്റെ ഗോൾ നൈസായിരുന്നു. എനിക്ക് ആകെ പറയാനുള്ളത് ആദ്യത്തെ ഇത്രയും സമയം ഫാൻസിൻ്റെ ഇതിലോട്ട് ഞാൻ പോയതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. ടീമിനെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. വീക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നാളെ പണിക്ക് പോവുക, അടുത്ത വീക്കിൽ സ്പെർസിൻ്റെ കളി കാണുക. ഇതിനിടയിൽ ഒന്നും വേറെ ചർച്ചകളോ ഒന്നിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഓണേഴ്സ് എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ച് സംസാരിക്കുക. അല്ലാത്ത പക്ഷം പ്ലേയേഴ്സിന് അവരുടേതായിട്ടുള്ള ഹെഡ് സ്പേസ് കൊടുക്കുക, മാനേജറിന് ഹെഡ് സ്പേസ് കൊടുക്കുക. ജസ്റ്റ് സപ്പോർട്ട് ദം ബിക്കോസ് വി ആർ നോട്ട് ബാഡ്, വി ആർ ഡൂയിങ് ആക്ച്വലി ഗുഡ്. ഓക്കെ, ആ മുടി വെട്ടുന്ന ചങ്ങായിക്കുള്ള സിമ്പതിയും വെച്ചിട്ട് 5 കളി ജയിച്ചില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ദർ ഈസ് നോ വേ ദാറ്റ് വി വുഡ് ഹാവ് വൺ 5 years in a row. ഈ 5 ഫിക്സ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ആൻഫീൽഡൊക്കെ ജയിച്ചതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പം വേറൊരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇടണം എന്ന് ഞാൻ പറയുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.